വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജില്ലയിലെ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചില്ല. KSRTC ബസ്സുകളും ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ദളിത് ആദിവാസി സംഘടനകളാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. SC/ST ലിസ്റ്റിൽ ഉപസംഭരണം നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകിയ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. കട്ടപ്പനയിൽ തുറന്നു പ്രവർത്തിച്ച ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞില്ല. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഹർത്താലല്ലാത്തങ്ങൾ നടത്തിയതെന്നും തങ്ങളുടെ ആവശ്യം സർക്കാരിനെ അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും ദളിത് സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുമായി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു ഹർത്താലല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കോടതിയിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുത്ത സംവരണത്തിന് 2 വിഭാഗങ്ങളായി ജനങ്ങളെ തിരിക്കുന്ന നടപടിയിൽ നിന്നും പിന്തിരിഞ്ഞ് ഭരണഘടന എന്താണോ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ആനുകൂല്യം ലഭിക്കുക എന്നുള്ള വിഷയം മുൻനിർത്തിയാണ് ഹർത്താൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടൊരു ഹർത്താൽ, വളരെ വ്യത്യസ്തമായൊരു ഹർത്താലാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഞങ്ങൾ അവരെ തടഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിഷയം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനസഹകരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഹർത്താൽ 6 മണി വരെ തുടരുന്നതായിരിക്കും. യാതൊരു അനിഷ്ട സംഭവങ്ങളും ഹർത്താലിൻ്റെ പേരിൽ എവിടെയും ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ, പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. KSRTC ബസ്സുകളും ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു.